ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ക്രിക്കറ്റ് വേൾഡ്. കടുവകളെയും കങ്കാരുപ്പടയെയും കൂട്ടിലടച്ച് അഫ്ഗാനിസ്ഥാൻ. ഒരു രക്ഷയില്ല ഗൈസ്, വേറെ ലെവല് തന്നെ. ഈ T20 വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച ബോളിംഗ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അഫ്ഗാനിസ്ഥാനാണെന്ന്. ഓരോ മാച്ചുകളിലും വേറെ ലെവൽ പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെക്കുന്നത്. എന്നാൽ ഇന്നലെ നടന്ന ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മത്സരത്തോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി അഫ്ഗാനിസ്ഥാൻ ഒരു T20 വേൾഡ് കപ്പ് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത്. ഒരു ഹാർഡ് വർക്കിന് ഏറ്റവും ഉത്തമമായ ഒരു ടീമായി നമുക്ക് കാണിച്ചു തരുന്നതാണ് അഫ്ഗാനിസ്ഥാൻ. മഴ മൂലം 2 തവണയാണ് ഇന്നലത്തെ മത്സരം നിർത്തിവെച്ചത്. എന്നാൽ DLS മെത്തേഡ് ഉപയോഗിച്ച് കളി 19 ഓവറായി ചുരുക്കിയെങ്കിലും വിജയം അഫ്ഗാനിസ്ഥാനായിരുന്നു. ഗുലാബുദ്ദീൻ്റെ ഓസ്കാർ പെർഫോമൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവസാനം വിജയം അഫ്ഗാനിസ്ഥാനായിരുന്നു സുഹൃത്തുക്കളെ. അഫ്ഗാനിസ്ഥാന്റെ വിജയത്തോടുകൂടി മൈറ്റി ഓസീസും ഈ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയായിരുന്നു. എന്നാൽ അഫ്ഗാനിസ്ഥാൻ വിജയിച്ചതോടെ ഓസ്ട്രേലിയയുടെ സെമി സാധ്യതകൾ അവിടെ അവസാനിക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. അങ്ങനെ ഓസ്ട്രേലിയ മൈറ്റി ഓസീസ് ഈ വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ 115 റണ്ണാണ് നിശ്ചിത 20 ഓവറിൽ എടുത്തത്. എന്നാൽ മഴ മൂലം തടസ്സപ്പെട്ട കളി 19 ഓവറായി ചുരുക്കിയിരിക്കുന്നു. അങ്ങനെ 17.5 ഓവറിൽ നവീൻ ഉള്ളക്കിൻ്റെ ആ 5ാമത്തെ ബോളിൽ ഓൾ ഔട്ട് ആവുകയായിരുന്നു ടീം ബംഗ്ലാദേശ്. വേറെ ലെവൽ പെർഫോമൻസ് തന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ ബോളേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. പ്രത്യേകിച്ച് നവീൻ ഉള്ളക്കിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹമാണ് ഇന്നലത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച്. 3.5 ഓവറിൽ 26 റൺസ് വിട്ടുകൊടുത്ത് 4 വിക്കറ്റാണ് അദ്ദേഹം നേടിയത്. ഇനി നമുക്ക് സ്കോർ കാർഡിലേക്ക് കിടക്കാം സുഹൃത്തുക്കളെ. സ്കോർ കാർഡ് നമ്മൾ പരിശോധിക്കണമെങ്കിൽ വീണ്ടും അവർക്ക് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഗുരുബാസ് 43 റണ്ണാണ് അദ്ദേഹം നേടിയത് 55 ബോളിൽ നിന്ന്. 3 4ഉം 1 6ഉം അടങ്ങിയതാണെന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ്. ഇബ്രാഹിം സദ്രാനാവട്ടെ 29 ബോളിൽ നിന്ന് 18 റൺ. അസമത്തുള്ളയാവട്ടെ 12 ബോളിൽ നിന്ന് 10 റൺ. ഗുലാബുദ്ദീൻ 3 ബോളിൽ നിന്ന് 4 റൺ. നബി 5 ബോളിൽ നിന്ന് 1 റണ്ണാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചത്. കരീമത്ത് ജനത്ത് 6 ബോളിൽ നിന്ന് 7 റണ്ണാണ് ജനിച്ചത്. അവരുടെ ക്യാപ്റ്റൻ്റെ കയ്യിൽ നിന്ന് ഒരു മിന്നും പെർഫോമൻസ്. 10 ബോളിൽ നിന്ന് 19 റണ്ണാണ് അദ്ദേഹം നേടിയത്. 3 സിക്സറുകൾ അടങ്ങിയത് അവസാന ഓവറുകളിൽ അറ്റാക്ക് ചെയ്യാറുന്നു റാഷിദ് ഖാൻ. അപ്പോൾ ഗൈസ്, ബംഗ്ലാദേശിൻ്റെ ബോളിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹസൻ സാക്കിബ് 4 ഓവറിൽ 36 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. തസ്കിൻ അഹമ്മദ് 4 ഓവറിൽ 12 റൺസും 1 വിക്കറ്റുമാണ് അദ്ദേഹം നേടിയത്. ഷാക്കിബ് അൽ ഹസൻ ആവട്ടെ 4 ഓവറിൽ 19 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. മുസ്താഫിസുർ ആവട്ടെ 4 ഓവറിൽ 17 റൺസും റിഷാദും 4 ഓവറിൽ 27 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഇനി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശിന് അത്ര നിസാരമായിരുന്നില്ല അവരുടെ കളി. ഇത്രയും മികച്ചൊരു ബോളിംഗ് നിരയെ അവർ എങ്ങനെ ഫേസ് ചെയ്തു എന്ന് നമുക്ക് നോക്കാം സുഹൃത്തുക്കളെ. അവരുടെ ഓപ്പണറുടെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഇന്നലെ കണ്ടത്. ലിറ്റൻ ദാസ് 41 ബോളിൽ നിന്ന് 54 റൺസാണ് അദ്ദേഹം നേടിയത്. കളി അവസാനിക്കുമ്പോൾ വരെ അദ്ദേഹം ഗ്രീസിലുണ്ടായിരുന്നു. തൻസീദ് ഹസൻ ആവട്ടെ 3 ബോളിൽ നിന്ന് 1 റണ്ണ് പോലും നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവരുടെ ക്യാപ്റ്റൻ ഷാൻഡോ 5 ബോളിൽ നിന്ന് 5 റണ്ണാണ് അദ്ദേഹം നേടിയത്. ഷാക്കിബ് 1 ബോളിൽ നിന്ന് 0 റണ്ണാണ് ഷാക്കിബിൻ്റെ നേട്ടം. സൗമ്യ സർക്കാർ ആവട്ടെ 10 ബോളിൽ നിന്ന് 10 റൺ. തൗഹീദ് ഹൃദോയ് ആവട്ടെ 9 ബോളിൽ നിന്ന് 14 റണ്ണാണ് അദ്ദേഹം നേടിയത്. അവരിൽ സ്റ്റാർ ബാറ്റർ മുഹമ്മദുള്ള ആവട്ടെ 9 ബോളിൽ നിന്ന് 6 റണ്ണാണ് അദ്ദേഹം നേടിയത്. റിഷാദ് ഹുസൈൻ ആവട്ടെ 1 ബോളിൽ നിന്ന് 0 റണ്ണും. 3 ഡക്കുകളാണ് അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇന്നലെ കണ്ടത്. മുസ്താഫിസുറും ഡക്ക് ആയിരുന്നു സുഹൃത്തുക്കളെ. തസ്കിൻ അഹമ്മദ് 9 ബോളിൽ നിന്ന് 2 റണ്ണ് മാത്രമേ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ശരിക്കും തകർന്നു വീഴുകയായിരുന്നു ബംഗ്ലാദേശ് ബാറ്റിംഗ് ഓർഡർ.
അഫ്ഗാനിസ്ഥാൻ്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 3.5 ഓവറിൽ 26 റൺ ഔട്ട് കൊടുത്ത് 4 വിക്കറ്റ് ആണ് നമ്മുടെ നവീൻ ഉള്ളക് നേടിയത്. അദ്ദേഹമാണ് ഇന്നലത്തെ മാൻ ഓഫ് ദി പ്ലെയർ ഓഫ് ദി മാച്ചിന് അർഹനായത്. ഫസൽ ഹഖ് ഫറൂഖി 2 ഓവറിൽ നിന്ന് 15 റണ്ണാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. മുഹമ്മദ് നബി ആവട്ടെ 2 ഓവറിൽ നിന്ന് 15 റണ്ണും. റാഷിദ് ഖാൻ, അവരുടെ ക്യാപ്റ്റൻ റാഷിദ് ഖാന്റെ സ്കോർ ബോർഡ് പരിശോധിക്കാൻ 4 ഓവറിൽ നിന്ന് 23 റൺസാണ് അദ്ദേഹം വിട്ടുകൊടുത്തത്. 4 വിക്കറ്റാണ് ഇന്നലെ റാഷിദ് ഖാൻ വിട്ടു നൽകിയത്. അങ്ങനെ 4 തവണയാണ് റാഷിദ് ഖാൻ ഒരു മത്സരത്തിൽ 4 വിക്കറ്റ് എടുക്കുന്നത്. നൂർ അഹമ്മദ് 4 ഓവറിൽ നിന്ന് 13 റൺസാണ് അദ്ദേഹം വഴങ്ങിയത്. ഗുലാബുദ്ദീൻ ആവട്ടെ 2 ഓവർ ബോൾ ചെയ്തപ്പോൾ 5 റണ്ണാണ് അദ്ദേഹം വഴങ്ങിയത്. സോ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് തന്നെയാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി അവർ സെമി ഫൈനൽ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു സുഹൃത്തുക്കളെ. സോ നമ്മൾക്ക് സെമി ഫൈനലിലെ മത്സരത്തിന് വേണ്ടി ഇനി കാത്തിരിക്കാം. സെമി ഫൈനലിൽ അവർക്ക് സൗത്ത് ആഫ്രിക്കയാണ് എതിരാളികൾ. അപ്പോൾ ഗായ്സ്, ഇതുപോലുള്ള ക്രിക്കറ്റ് ന്യൂസുകൾക്കും വീഡിയോകൾക്കും ഫോളോ ചെയ്യുക മല്ലു ക്രിക്കറ്റ് വേൾഡ്.